ഹേ ഗായ്സ്, വെൽക്കം ടു മൂവി എക്സ്പ്ലനേഷൻസ്. 2021 പുറത്തിറങ്ങിയ മലയാളം മിസ്റ്ററി ത്രില്ലർ ഫിലിമായ 18 അവേഴ്സ് എന്ന മൂവിയാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു സ്കൂളിലെ 6 ഗേൾസ് ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി. എന്നാൽ അവരെ കുറച്ചു പേർ സെക്സ് ട്രാഫിക്കിങ്ങിന് വേണ്ടി തട്ടിക്കൊണ്ടു പോകുന്നു. തട്ടിക്കൊണ്ടുപോയവർ ജയിൽ പുള്ളികളുമാണ്. ആ കുട്ടികൾ എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക, അവരെങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെയാണ് ഈ മൂവി ഡിസ്കസ് ചെയ്യുന്നത്. മൂവി ഓപ്പണിങ്ങിൽ 3 പേർ ഒരു കാട്ടുവഴിയിലൂടെ എൻജോയ് ചെയ്ത് പോവുകയാണ്. 2 ബോയ്സും 1 ഗേളും. ഒരു വാൻ ഇവരുടെ വണ്ടിയെ തട്ടുന്നു. അത് ചോദിക്കാനായി വണ്ടിയിലുണ്ടായിരുന്ന ഒരാൾ ചാടി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് വാനിൻ്റെ അടുത്തെത്തുമ്പോൾ വാനിൽ ഉണ്ടായിരുന്ന ഇയാളെ ഷൂട്ട് ചെയ്യുന്നു. ഇത് കാണുന്ന ബാക്കി 2 പേർ അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കും. എന്നാൽ ആ പയ്യനെ കൊന്ന് പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോകുന്നു. ഇതിനുശേഷം ഒരു എയർപോർട്ട് കാണിക്കുന്നു. ലോക്കൽ സ്കൂളിൽ പഠിക്കുന്ന 6 ഗേൾസ് ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ വന്നതാണ്. എന്നാൽ ഫ്ലൈറ്റ് ക്യാൻസലായി. ഇത് കേട്ട് സ്റ്റുഡൻസ് ഇൻചാർജ് ആയിട്ടുള്ള മാമും ടെൻഷനാകുന്നു, സാറും ടെൻഷനാകുന്നു. കോമ്പറ്റീഷന് പോയേ പറ്റുള്ളൂ എന്നവർ പറയുന്നു. അങ്ങനെ അതിനായി ഒരു AC ടൂറിസ്റ്റ് ബസ് അറേഞ്ച് ചെയ്യുന്നു. ആ വഴിയിൽ അനു എന്ന 2012 ആ സ്കൂളിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻറ്റിനെ കാണുന്നു. അവൾക്കും ബാംഗ്ലൂരിലേക്കാണ് പോവാനുള്ളത്. അതുകൊണ്ട് ബസ്സിലേക്ക് അവളെയും കൂടി ക്ഷണിക്കുന്നു. അങ്ങനെ അവർ ബസ്സിൽ പോകുന്നു. അനു ഈ 6 ഗേൾസിനോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ വലിയ മൈൻഡൊന്നും ഇല്ല. അനുവിൻ്റെ കയ്യിൽ ഒരു ഡിവൈസ് കാണും. അത് ഡയബറ്റിക്സിൻ്റെ മെഷീനാണ്. അനു പറയും, ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. ഈ മെഷീൻ ഉപയോഗിച്ചാണ് എൻ്റെ ബോഡിയിലെ ഷുഗർ ലെവൽ മനസ്സിലാക്കുന്നത് എന്നും അനു പറയും. ഇങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ ബസ് കാട്ട് റൂട്ടിലൂടെ പോകുന്നത്. ഒരു ജീപ്പ് റോഡിൻ്റെ സൈഡിലും വാൻ റോഡിൻ്റെ നടുക്കും കിടക്കുകയാണ്. വണ്ടി എടുത്ത് മാറ്റാൻ പറയാൻ വേണ്ടി ഡ്രൈവർ ഇറങ്ങും. ആ വാനിൻ്റെ ഉള്ളിൽ നേരത്തെ കിഡ്നാപ്പ് ചെയ്ത പെൺകുട്ടിയുണ്ട്. ബസ് ഡ്രൈവറിനെ ഇവർ ഷൂട്ട് ചെയ്ത് കൊല്ലും. മാസ്ക് ഇട്ട കുറച്ച് ആളുകൾ ബസ്സിൻ്റെ ഉള്ളിൽ കയറും. ഈ പെൺകുട്ടികളെ അവർ കടത്തിക്കൊണ്ട് പോകും. കൊച്ചി കമ്മീഷണറിന് ഈ വിവരം കിട്ടും. ഈ കുട്ടികളെ കണ്ടുപിടിക്കാൻ ഓർഡർ അയാൾ പുറത്തിറക്കും. ബസ്സിൽ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. ബസ്സിൻ്റെ ഉള്ളിലുള്ള GPS ട്രാക്ക് ചെയ്യാൻ പോലീസ് തീരുമാനിക്കും. കമ്മീഷണറിന് കാണാൻ വേണ്ടി ഒരു ലോക്കൽ പോലീസ് ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് വരും. ബസ്സിൻ്റെ ഉള്ളിലുള്ള ആ ചെറിയ കുട്ടിയുടെ അച്ഛനാണ് അയാൾ. സാർ, എങ്ങനെയെങ്കിലും എൻ്റെ മകളെ കണ്ടുപിടിക്കണം എന്നയാൾ പറയും. നിങ്ങളുടെ മകളാണ് ബസ്സിൻ്റെ ഉള്ളിൽ എങ്കിൽ നിങ്ങൾ സ്പീഡാക്കില്ലേ കാര്യങ്ങൾ എന്നും അയാൾ ചോദിക്കും. നിങ്ങളുടെ തണുത്ത മട്ട് മാറ്റണം എന്നയാൾ റിക്വസ്റ്റ് ചെയ്യും. പോലീസ് GPS ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ കണ്ടെത്തി. അതിനടുത്ത് ചെക്ക് പോസ്റ്റ് ഉണ്ടോ എന്നവർ ചെക്ക് ചെയ്യും. ബസ് ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ എത്തി. 3 പോലീസുകാർ ഉണ്ടവിടെ. സ്കൂൾ ട്രിപ്പ് ആണ് എന്ന് പോലീസിനോട് പറയാൻ കിഡ്നാപ്പേഴ്സ് സാറിനോട് പറയും. അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടിയെ ഷൂട്ട് ചെയ്ത് കൊല്ലും എന്ന് അവർ ഭീഷണിപ്പെടുത്തും. സാർ ഡോക്യുമെൻസും കൂടാതെ 500 രൂപ നോട്ടും കൂടി അതിൻ്റെ ഉള്ളിൽ വെക്കും. എന്നിട്ട് പോലീസിന് കൊടുക്കും. കൂടെയുള്ള ഒരു കിഡ്നാപ്പർ നല്ലവനായി അഭിനയിച്ച് സാറിൻ്റെ കൂടെ പോകും. അങ്ങനെ കൂടെയുള്ള എല്ലാ പോലീസുകാരും കണ്ണടയ്ക്കും. എങ്കിലും കൂട്ടത്തിലുള്ള ഒരാൾ മാത്രം അവിടെ ബസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കുട്ടിയെ കാണും. അപ്പോൾ ഇവർ പറയും, സർ ഇതൊരു സ്കൂൾ ട്രിപ്പ് ആണ് എന്ന്. ബസ്സിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യണമെന്ന് പോലീസ് പറയുമെങ്കിലും അപ്പോൾ വേറൊരു പോലീസ് വന്നിട്ട് ക്യാഷ് വാങ്ങിച്ച കാര്യം പറയും. അങ്ങനെ ബസ് അവിടെ നിന്ന് പോകും. ബസ് പോയതിനു ശേഷമാണ് കമ്മീഷണറിൻ്റെ കോൾ ചെക്ക് പോസ്റ്റിലേക്ക് വരുന്നത്. എന്നിട്ട് പറയും ആ ബസ്സിനെ കടത്തിവിടരുത് എന്ന്. അതിൽ 7 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് എന്നും പറയും. എന്നാൽ ബസ് പോയി എന്ന് പോലീസുകാർ പറയും. അങ്ങനെ അടുത്ത ചെക്ക് പോസ്റ്റ് ഉണ്ടോ എന്നവർ ചെക്ക് ചെയ്യും. 10 പോലീസുകാർ ബസ്സിനെ നിർത്തിക്കാൻ വേണ്ടി തോക്ക് ചൂണ്ടി നിൽക്കും. അപ്പോൾ കിഡ്നാപ്പേഴ്സ് സാറിനോട് പറയും, പുറത്തു പോയി പോലീസുകാരോട് വഴി മാറാൻ പറഞ്ഞു. മാറിയില്ലെങ്കിൽ ഈ ചെറിയ പെൺകുട്ടിയെ കൊല്ലും എന്നും അവർ പറയും. പോലീസ് എന്നാൽ സാറിൻ്റെ വാക്ക് കേൾക്കുന്നില്ല. അപ്പോൾ മാസ്ക് വെച്ച ഒരാൾ പുറത്തിറങ്ങി ആ ചെറിയ പെൺകുട്ടിയെ ഗൺ പോയിന്റിൽ നിർത്തുന്നു. എന്നിട്ട് സാറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുമുണ്ട്. എന്നിട്ട് ആ കുട്ടിയെ തിരിച്ച് ബസ്സിൻ്റെ ഉള്ളിൽ കയറ്റുന്നു. ബസ്സിൻ്റെ ഉള്ളിൽ ഫുൾ ടെററായിട്ടാണ് ഉള്ളത്. ചെറുതായി എതിർക്കാനൊക്കെ കുട്ടികൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കിഡ്നാപ്പേഴ്സ് അവരെ ഉപദ്രവിക്കുന്നുമുണ്ട്. മാമിനെയും ബസ്സിൻ്റെ പുറത്തേക്ക് തള്ളിയിടുന്നു. മെയിൻ റോഡ് വഴി പോയിക്കൊണ്ടിരുന്ന ബസ് ചെറിയ കാട്ടുവഴിയിലൂടെ റൂട്ട് മാറ്റുന്നു. ബസ്സിലുണ്ടായിരുന്ന GPS ഇവർ എടുത്ത് മാറ്റുന്നു. കിഡ്നാപ്പേഴ്സ് ഗ്യാങ്ങിൻ്റെ ലീഡർ അവിടെയുണ്ട്. അലക്സ് എന്ന് പറയുന്ന കിഡ്നാപ്പറും അവിടെയുണ്ട്.
ബസ്സിലെ എല്ലാ പെൺകുട്ടികളുടെയും വീഡിയോ എടുത്ത് ഇവർ എബ്രോഡിലുള്ള ആർക്കോ അയക്കുന്നു. എന്നിട്ട് ഇവർക്ക് 2 കോടി രൂപ വിലയും ഇടുന്നു. പെൺകുട്ടികളെ വിൽക്കാനാണ് ഇവരുടെ പ്ലാൻ. ബസ് ആരും കാണാത്ത ഒരു സ്ഥലത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. രാത്രിയായി. ഇവരെ എല്ലാവരെയും ഈ കിഡ്നാപ്പർ ഗ്യാങ് നിരീക്ഷിക്കുന്നുണ്ട്. പോലീസുകാർ GPS ട്രാക്ക് ചെയ്യാൻ നോക്കി. അത് റിമൂവ് ചെയ്തിരിക്കുന്ന കാര്യം അവർ റിയലൈസ് ചെയ്യുന്നു. ഒരു 15 കിലോമീറ്റർ റേഡിയസ് അവർ ചെക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഒരു പോലീസുകാരൻ എങ്ങനെയൊക്കെയോ ചെക്ക് ചെയ്ത് ബസ് കണ്ടെത്തുന്നു. കൂടെ 2 പോലീസുകാരുമുണ്ട്. എന്നാൽ ബസ്സിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം ആരെയും കാണുന്നില്ല. പിന്നീട് പെട്ടെന്ന് ആ ചെറിയ കുട്ടി മുൻപിൽ വരും. പിന്നീട് ആ കിഡ്നാപ്പേഴ്സ് പുറകിൽ നിന്ന് പോലീസുകാരനെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ ആ 3 പോലീസുകാരെയും ഇവർ കൊല്ലും. ബസ്സിൻ്റെ ഉള്ളിലുള്ള എമർജൻസി എക്സിറ്റ് വഴി ഈ പെൺകുട്ടികൾ രക്ഷപ്പെടും. അവരുടെ പിറകെ ഈ കിഡ്നാപ്പർ ചേസ് ചെയ്യുന്നുമുണ്ട്. അനു ആണ് ഇവരെ ഗൈഡ് ചെയ്യുന്നത്. അതിൽ ഒരു കുട്ടി കിഡ്നാപ്പറിൻ്റെ കയ്യിൽ പെടും. എല്ലാവരും പുറത്തു വന്നില്ലെങ്കിൽ ആ കുട്ടിയെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവരും സറണ്ടർ ചെയ്യുന്നു. ഇവരുടെ ലീഡർ തിരിച്ചു വരുന്നതുവരെ ഈ കുട്ടികളെ ഒരു ഫാക്ടറിയിൽ ലോക്ക് ചെയ്യാൻ ഇവർ തീരുമാനിക്കും. അവർക്ക് കഴിക്കാൻ ബണ്ണ് വാങ്ങിക്കൊടുക്കും. ഇപ്പോഴാണ് അനുവിൻ്റെ ഡയബറ്റിക് മെഷീൻ ഇവർ കാണുന്നത്. അത് ഇവർ എടുത്തുകൊണ്ട് പോകും. അനുവിന് ആ മെഷീൻ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും ഇവർ കേൾക്കില്ല. ആ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി. പോലീസുകാർ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ 3 പോലീസുകാർ മരിച്ചു കിടക്കുന്നത് കാണും. അനു അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കും. അപ്പോൾ റൂമിൻ്റെ പിറകിൽ ഒരു ചെറിയ വഴി ഉള്ളതായി അവൾ കാണുന്നു. അനു ആ വഴിയിലൂടെ പോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതേസമയം ഇവരുടെ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയെ അലക്സ് കൂട്ടിക്കൊണ്ടു പോകും. എന്നിട്ട് അവളെ ടോർച്ചർ ചെയ്യുന്നുമുണ്ട്. അനു പുറത്തു പോകുമ്പോൾ ഡോറിൽ ആരോ കൊട്ടും. പെൺകുട്ടികൾ ഓപ്പൺ ചെയ്തില്ല. കാരണം അവർക്ക് അനു അവിടെ ഇല്ല എന്ന് മനസ്സിലായാലോ. അതേസമയം അനു പുറത്തെത്തുമ്പോഴാണ് കിഡ്നാപ്പേഴ്സിൻ്റെ സംസാരം അവൾ കേൾക്കുന്നത്. ഇവരെ എല്ലാവരെയും 2 കോടിക്ക് വിൽക്കാൻ പോകുകയാണ് എന്ന് അനു അറിയും. അനു ഒരു ഗണ്ണ് കാണുന്നുണ്ട്. അത് എടുത്താൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നവൾ ചിന്തിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റാതെ പെൺകുട്ടികൾ ഡോറ് അവസാനം തുറക്കുന്നു. അപ്പോൾ ഇത്രയും നേരം എന്തുകൊണ്ടാണ് ഡോറ് ഓപ്പൺ ചെയ്യാത്തത് എന്ന് അയാൾ ചോദിക്കുന്നു. അതിൽ ഒരു പെൺകുട്ടി തനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറയുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞ് അയാൾ കിഡ്നാപ്പർ ആ കുട്ടിയെ അടിക്കുന്നു. എന്നിട്ട് കൂട്ടത്തിലെ ചെറിയ കുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. കാരണം അവളെ കൂടിയ വിലയ്ക്ക് വിൽക്കാനാണ് ഇവരുടെ പ്ലാൻ. അനു അവിടെ ഇല്ല എന്നത് ആദ്യം ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ പിന്നെ അയാൾ തിരിച്ചു വന്ന് അനുവിനെ ചോദിക്കുന്നു. അപ്പോഴത്തേക്കും അനു അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് ഇയാൾ പൊട്ടിച്ചു കളഞ്ഞ ഡയബറ്റിക് മെഷീൻ ശരിയാക്കുകയായിരുന്നു ഇതുവരെ എന്ന് അവൾ പറയുന്നു. അനു ഇവരോടെല്ലാവരോടും തങ്ങളെ 2 കോടിക്ക് വിൽക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം പറയുന്നു. എന്നിട്ട് ഇവരോട് പറയും നമുക്ക് എങ്ങനെയും ഈ എക്സിറ്റ് വഴി രക്ഷപ്പെട്ടു പോകാം എന്ന്. എന്നാൽ ഇവരുടെ കൂട്ടത്തിലെ സുഗന്ധി എന്ന പെൺകുട്ടി അലക്സ് കൊണ്ടുപോയ കാര്യം ഇവർ ഡിസ്കസ് ചെയ്യുന്നു. അവളെ ഉപേക്ഷിക്കാൻ ഇവർക്ക് പറ്റില്ല. അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നിവർ ചിന്തിക്കുന്നു. ഇതേ സമയം അലക്സിനെ കുറിച്ച് പോലീസുകാർ കണ്ടെത്തുന്നുണ്ട്. അയാൾ ഒരു ജയിൽ പുള്ളിയാണ്. ഈ ഗ്യാങ്ങിലെ എല്ലാ കിഡ്നാപ്പേഴ്സും കൊലപാതകികളുമാണ്. സോ അതേ സമയം അനു ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത്. സുഗന്ധിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ അനു തീരുമാനിക്കുന്നു. അവസാനം അനു സുഗന്ധിയെ രക്ഷപ്പെടുത്തുന്നു അലക്സിൻ്റെ കയ്യിൽ നിന്നും. അലക്സിൻ്റെ കയ്യിൽ നിന്നും ഗണ്ണെടുത്ത് അലക്സിനെ അടിച്ചിട്ട് അയാളെ സൈഡാക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഈ പെൺകുട്ടികൾ എസ്കേപ്പ് ആകുന്നു. പെൺകുട്ടികൾ രക്ഷപ്പെട്ട കാര്യം ലീഡർ അറിയുന്നു. ലീഡർ ഈ കിഡ്നാപ്പേഴ്സിനോട് പെൺകുട്ടികളെ കൊല്ലാൻ പറയുന്നു. ഇവരുടെ ജീവനില്ലാത്ത ശരീരമായാലും മതി വിൽക്കാൻ എന്ന് അയാൾ പറയുന്നു. അവസാനം എങ്ങനെയോ ഈ ഗൺ ഈ ചെറിയ പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടുന്നു. കിഡ്നാപ്പറിനെ കൊല്ലാൻ ഗണ്ണ് റേസ് ചെയ്ത് നിൽക്കുകയാണ് ചെറിയ പെൺകുട്ടി. എല്ലാ പെൺകുട്ടികളും ആ ചെറിയ പെൺകുട്ടിയോട് കിഡ്നാപ്പേഴ്സിനെ കൊല്ലാൻ പറയുന്നു. എന്നാൽ പുറകിൽ നിന്ന് അയാളെ ആരോ ഗൺ ഷോട്ട് ചെയ്തിരിക്കുന്നു. നോക്കുമ്പോൾ അത് കമ്മീഷണറാണ്. അയാളുടെ ടീമും അവിടെ വന്ന് എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ആ പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുന്നു. പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നു. കിഡ്നാപ്പേഴ്സിനെ എല്ലാവരെയും പോലീസ് എൻകൗണ്ടർ ചെയ്ത് കൊല്ലുന്നു. ഇൻസ്പെക്ടർ അങ്ങോട്ടേക്ക് വന്ന് തൻ്റെ ചെറിയ മകളെ കെട്ടിപ്പിടിക്കുന്നു. അവിടെ അനു ഉണ്ട്. നോക്കുമ്പോൾ അനുവിൻ്റെ അച്ഛനാണ് ആ കമ്മീഷണർ. അങ്ങനെ അവരുടെ ലീഡർ കിഡ്നാപ്പേഴ്സിൻ്റെ ലീഡർ അവിടെ നിന്ന് എസ്കേപ്പ് ആയ കാര്യം കമ്മീഷണറിന് കോൾ വരുന്നു. അതേസമയം കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കമ്മീഷണറും അനുവും.
അപ്പോഴാണ് നമ്മൾ കാണുന്നത് ആ കാർ ഓടിക്കുന്നത് വേറെ ആരുമല്ല, ആ ഗ്യാങ്ങിൻ്റെ ലീഡറാണ്. ഇവിടെ ടു ബി കണ്ടിന്യൂഡ് എന്ന രീതിയിലാണ് മൂവി എൻഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ മൂവി എൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ മൂവി ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സി യാ.